ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മലബാറിൻ്റെ സ്വന്തം സ്നാക്കായിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നേന്ത്രപ്പഴം വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള 3 നേന്ത്രപ്പഴം. പിന്നെ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പഴുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കരുത്. അതുപോലെ തന്നെ പഴുക്കാത്ത പഴം എടുക്കാൻ പാടില്ല. ഈ പഴനി നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടാണ് നമ്മൾ ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ പഴത്തിന് പഴുപ്പ് കൂടി കഴിഞ്ഞാൽ അത് വേവിക്കുമ്പോൾ വേവ് കറക്റ്റായി കിട്ടില്ല. അപ്പോൾ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ പഴുപ്പ് കുറഞ്ഞാലും അതെ പഴത്തിനൊരു കറച്ചോയ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മളൊരു മീഡിയം പഴുപ്പിലുള്ള പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കുറേ പേർക്കൊക്കെ അറിയുന്നത് തന്നെയാവും. എന്നാലും ഇതുവരെ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഇനി ഈ പഴം നമ്മൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേവ് എന്ന് പറയുമ്പോൾ ഈ തൊലി പഴത്തിൻ്റെ മേലെ നിന്ന് വിട്ട് വരാൻ പാടില്ല. എന്നാൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. അതായത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. മൊത്തത്തിലൊരു 15 മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്ക് പഴം നന്നായിട്ട് കുക്കായി വരും. എന്നിട്ട് നമ്മളിതിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവണം. ഈ രീതിയിലാണ് വേണ്ടത്. ഇനി ഈ ചൂടോട് കൂടിയിട്ട് തന്നെ പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഉള്ളിൽ ആ കുരു മാറ്റുക. എന്നിട്ടിത് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അത് ചൂടോട് കൂടിയിട്ടാവുമ്പോൾ കൈ വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ വല്ല മാഷറോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അടിഭാഗമോ എന്തെങ്കിലും വെച്ചിട്ട് പഴത്തിൽ ആ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. അപ്പോഴാണ് ആ പഴം നന്നായിട്ട് ഉടഞ്ഞു കിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഈ പഴം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാറുണ്ട്. അത് നമ്മൾ എടുക്കുന്ന പഴത്തിന് പഴുപ്പ് കൂടുന്നതുകൊണ്ടും പിന്നെ പഴം ഓവറായിട്ട് വേവിക്കുന്നതുകൊണ്ടാണ് അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാവുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരിക. ഉന്നക്കായുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയിൽ ബ്രെഡ് ക്രംസോ അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴം അങ്ങനെ തന്നെ കുഴച്ചെടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ കറക്റ്റ് പഴുപ്പോട് കൂടിയിട്ടുള്ള പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇവിടെ ഇപ്പം നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ചെറിയ രീതിയിലൊക്കെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യൊക്കെ പരട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഈ പഴം നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പഴം കുറച്ചും കൂടി ഒന്ന് ഉറച്ച് കിട്ടും. അപ്പോൾ നമുക്കത് ഉരുട്ടിയെടുക്കാനും അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഒരു പാനിൽ 1-2 ടീസ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് അത് രണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ടിത് രണ്ടും നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നാളികേരത്തിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ആ പച്ചമണമൊന്നും മാറിക്കിട്ടണം. അപ്പോൾ അതുവരെ 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിൽ മുട്ട ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ നാളികേരം മാത്രം ചേർത്തിട്ടുള്ള ഫില്ലിങ്ങാണ് റെഡിയാക്കുന്നത്. ഇനി നാളികേരവും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അവിലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ അവിൽ ചേർക്കണം നിർബന്ധമില്ല. പക്ഷെ നമ്മളിത് ചേർക്കുകയാണെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് അവിലും കൂടി കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഈ അവിലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ട് ഈ കുഴച്ച് വെച്ചിട്ടുള്ള പഴം റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം 1-2 സ്പൂൺ ഫില്ലിങ് അതിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് പഴത്തിൻ്റെ 2 അറ്റും ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക.
അതിന് ശേഷം ഉന്നക്കായുടെ ഷേപ്പിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. പിന്നെ ഇത് ഓരോന്നും നമ്മൾ പരത്തുമ്പോൾ മീഡിയം തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ പരത്തിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ പഴത്തിൻ്റെ അളവ് കൂടുതലും ഉള്ളിലുള്ള ഫില്ലിങ് കുറവായിരിക്കും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത്ര നന്നാവില്ല. പഴത്തിൻ്റെ തിക്നെസ് കുറഞ്ഞാലും അത് പൊട്ടിയിട്ട് ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ഇതുപോലെ മീഡിയം തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ പരത്തിയെടുക്കുക. പിന്നെ ഇതിൻ്റെ വലുപ്പം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ആ പഴം മുഴുവനും നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയും പഴം വെച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഒരു 8 എണ്ണം വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഒരുപാട് സമയമൊന്നും എണ്ണയിലിടേണ്ട ആവശ്യമില്ല. പഴം ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ആ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടി മാത്രം കുറച്ച് സമയം ഒന്ന് വറുത്തെടുത്താൽ മതി. കളർ ഏകദേശം ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും നല്ലൊരു കളറായി കിട്ടിയാൽ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അതുപോലെ തന്നെ പഴമൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരിക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലായാൽ എണ്ണ കുടിക്കും ചെയ്യും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ ഓരോന്നായിട്ട് വറുത്തെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ പഴത്തിൻ്റെ പാകം വേവിക്കുന്ന രീതിയും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് ചൂടോട് കൂടിയിട്ടാണെങ്കിലും ചൂടാറിയിട്ടാണെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും ഇത് കണ്ടിട്ട് പുതിയതായിട്ടൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്